ഇസ്രായേലിന് ആണവായുധവും ബാലിസ്റ്റിക് മിസൈലുമാവാം. ഇറാന് 300 കിലോമീറ്റർ പരിധിയുള്ള മിസൈലേ ആകാവൂ. വൈദ്യുതി ആവശ്യങ്ങൾക്കുള്ള റിയാക്ടറുകൾ പോലും പറ്റില്ല എന്ന് വരുമ്പോൾ 21 മണിക്കൂറോളം നീണ്ട US ഇറാൻ മാരത്തൺ ചർച്ച പരാജയപ്പെടുക സ്വാഭാവികം. അമേരിക്കൻ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സമാധാന കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തിയ വാൻസ് ഇറാനുമായുള്ള ചർച്ചകളിൽ ഒരു ഉടമ്പടിയുമില്ലാതെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോവുകയാണെന്നും അറിയിച്ചു. ആണവ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉടക്കിയതെന്നും അതായിരുന്നു ലക്ഷ്യമെന്നും വാൻസ് വ്യക്തമാക്കി. 168 പെൺകുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളുമായി ഇറാനിൽ നിന്ന് വന്ന പ്രതിനിധികൾക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനി സാധ്യമല്ലെന്ന് വ്യക്തമാവുകയാണ് ഇവിടെ. അമേരിക്ക ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ ഒരു കാരണം തേടുകയായിരുന്നുവെന്നും പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഇറാനിയൻ പ്രതിനിധി സംഘവുമായി അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസികളോട് പറഞ്ഞു. ചർച്ചകൾ എങ്ങനെ അവസാനിച്ചാലും ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചതായി ട്രംപ്. ഇതിനിടെ അമേരിക്കയുടെ 2 കപ്പലുകൾ ഹുർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയെന്ന അവകാശവാദം ഇറാൻ നിഷേധിച്ചു. ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ സൈനിക കപ്പലുകൾ നടത്തുന്ന ഏതൊരു ശ്രമത്തിനും ശക്തമായ മറുപടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. US-ന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കിയതായി ഇറാൻ അധികൃതർ പറഞ്ഞു. ഹുർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത അവകാശങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ഇറാൻ അധികൃതർ കൂട്ടിച്ചേർത്തു. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും US-ഉം തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ ഉന്നതതല ചർച്ചയാണിത്. ഇറാനുമേലുള്ള അന്താരാഷ്ട്ര ഉപരോധം, ഇറാന്റെ ആണവ അവകാശങ്ങൾ, ഹുർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം, ലബനാനിലെ വെടിനിർത്തൽ തുടങ്ങിയവയാണ് ചർച്ചയിലെ പ്രധാന വിഷയങ്ങളായത്. ഇതിനിടെ ഖത്തറിലും മറ്റ് വിദേശ ബാങ്കുകളിലുമുള്ള ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടുകൊടുക്കാൻ US സമ്മതിച്ചതായി റിപ്പോർട്ട്. മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വാർത്ത പുറത്തു വന്നതെന്ന് ശ്രദ്ധേയമാണ്. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് US ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ ഏകദേശം $6 ബില്യൺ, അതായത് ഏകദേശം 50,000 കോടി രൂപ വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ പരാജയപ്പെട്ട ചർച്ച പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. ലോകം കാത്തിരുന്ന പശ്ചിമേഷ്യൻ സമാധാനം ഇനിയും അകലെയാണോ എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത്.